ആവണി, ഇന്നാരും ദിവാസ്വപ്നം കണ്ടത്? ടിപ്പു സുൽത്താന, ഝാൻസി റാണിയാ? സിറ്റി പോലീസ് കമ്മീഷണർ ആവണി IPS. ഓക്കെ ഓക്കെ അല്ലേ? എവിടെയെങ്കിലും കൊണ്ടുപോയി കളയടാ അവളെ. എവിടെയും കൊണ്ട് കളയാൻ പൂച്ചക്കുഞ്ഞു അല്ലാണോ? ഓ, പൂച്ചക്കുഞ്ഞായിരുന്നെങ്കിൽ നീ കൊണ്ടുപോയി കളഞ്ഞനെ. ഒന്ന് പോടാ അവിടുന്ന്. എന്താ ഈ തീരുമാനം? ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചേട്ടന്റെ ഒരേ കോമഡികളാണ്. ഹലോ, ആ മോഹൻജി, ഇന്നെന്തായാലും നടക്കും കച്ചവടം. എന്ത് പറ്റിക്കോന്നാ? ഈ പ്രകാശനെ ആരെയും പറ്റി ജീവിക്കേണ്ട ആവശ്യമില്ലട്ടാ. ആ, ഇന്ന് എന്തായാലും നടക്കും. ആ ഓക്കെ, അപ്പൊ സൈറ്റിൽ കാണാം. എന്തേ ഇന്ന് ആരെ പറ്റിക്കാനുള്ള പരിപാടിയാ? എന്റെ ഭാര്യ ഇന്നൊരു സ്ഥലക്കച്ചവടം ഉണ്ട്, ഇങ്ങോട്ട് വന്നേ. എണീറ്റില്ലേ ഇതുവരെ? മാളു, അബി, എഴുന്നേറ്റടി. ഒരു 10 മിനിറ്റും കൂടെ അമ്മ. 10 മിനിറ്റില്ല, 1 മിനിറ്റില്ല. ഇങ്ങോട്ട് എണീറ്റ്. അബി, എണീറ്റടോ, ഇങ്ങോട്ട് എണീറ്റ്. അമ്മേ, എനിക്ക് ചെറിയ ഒരു പനി ഉണ്ടോന്നൊരു സംശയം. ഒന്ന് നോക്കിയേ. ആഹാ, നിന്റെ ഒരു പനി. എണീറ്റ് പോടോ, പോയി റെഡി ആവടോ. ആഹാ, ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? എണീറ്റ് പോടി. അവൻ ബാത്റൂമിൽ പോയതല്ലേ ഉള്ളൂ, ഒന്ന് തിരിച്ചു വരട്ടെ. അതൊരു 5 മിനിറ്റ് അമ്മ. ആഹാ, അങ്ങനെ ഇപ്പൊ കിടക്കണ്ട. എണീക്കും. ഒരു സെക്കൻഡ്. എനിക്കാനൊരു സമാധാനം. നിനക്കൊക്കെ നേരം വെളുത്ത് എണീറ്റ് ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ? അതിന് ഞാൻ എണീറ്റല്ലോ, അമ്മേനെ വിളിച്ച് ഏൽപ്പിച്ചല്ലേ, അപ്പൊ തന്നെ അങ്ങ് മടക്കി വെച്ചാ മതി. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വല്ല സർക്കാർ ഓഫീസിൽ നല്ല പദവിയിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഞാനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് എന്തേ സർക്കാർ ഓഫീസ് തുറന്നില്ലേ? ഇല്ലടി, തുറന്നില്ല. അതിനു മുന്നേ നിന്റെ അച്ഛൻ വന്ന് നീ ഇവിടെ കെട്ടിയെടുത്തില്ലേ? അതിന് നമുക്ക് കല്യാണം വേണമെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ആര് നിർബന്ധിച്ച്? ഓടി, ഒരു ഓടി. താങ്ക് യു. കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഇതിനെയൊക്കെ സ്കൂളിൽ വിടുന്ന എന്നെ വേണം. അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാരൊന്നും ശരിയല്ലെന്ന്. അല്ല, ഈ ഭർത്താക്കന്മാരൊന്നും ശരിയല്ലെന്ന് പറയായിരുന്നു. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അല്ല, അച്ഛനെന്താ അമ്മ സർക്കാർ ജോലിക്ക് വിടാത്തെ? അവൾ അങ്ങനെ പറഞ്ഞു? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എടി, നീ പറയും, നീ ഇതല്ല ഇതിന്റെ അപ്പുറം നീ പറയും. നിങ്ങൾ ഭർത്താക്കന്മാർക്കൊരു വിചാരമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാര് കുട്ടികളുടെ കാര്യവും കുടുംബകാര്യവും നോക്കി ഭർത്താവിനെ സേവിച്ച് അടിമോളെ പോലെ അങ്ങ് കൊഴിഞ്ഞോളൂന്ന്. അതിനീ ആവണിയെ കിട്ടത്തില്ല. മോനാ, എന്തോ നീ വന്നേ. വിളിക്കുന്നു, ചെല്ല്. എന്തുപടി നീ ഇവിടെ എന്താണെന്ന് ചുടുന്നു? ഓ, റെഡി ആവടി. ഞാൻ റെഡിയാൻ പോവല്ലേ? ചെല്ല്. ആ, എന്താ നിന്റെ ഭാര്യക്ക് വെട്ടിക്കളയാൻ വേണ്ടിയാണോടാ ഞാൻ ഈ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചത്? ആണോ? അമ്മക്ക് അറിയാൻ പാടില്ലേ, അവൾ അങ്ങനെ ചെയ്യണല്ല. എന്തോ ആലോചിച്ചപ്പോ വെട്ടി, അത്രേ ഉള്ളൂ. ഇക്കണക്കിന് അവളെ നാളെ എന്നെ വെട്ടിയിട്ടിട്ട് സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞ ഞാൻ നിന്നോടാ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ലമ്മ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന്. നാണമില്ലല്ലോടാ നിനക്ക്. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ടും അതൊക്കെ നീ ആ പ്രകാശന്റെ ഭാര്യനെ നോക്കി പഠിക്കേ. എന്തൊരച്ചടക്കാ കുട്ടിക്ക്. യശോദാമേ, എന്താ? അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. കേട്ടാ കണക്കായിപ്പോയി. അറിയാതെ പറ്റിപ്പോയതല്ലമ്മേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ശ്രദ്ധിച്ചോളാന്ന്. നീ കുറെ ശ്രദ്ധിച്ച് വീട് മുഴുവൻ തീയിട്ട് ദിവാസ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ല, അതങ്ങ് പറഞ്ഞാ മതിയല്ല. അല്ല, അങ്ങനെയല്ല, കത്തിക്കുമ്പോ ശ്രദ്ധിച്ചൊന്ന് കത്തിച്ചാ മതി. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലമ്മേ. ഇനി അങ്ങനെങ്ങാനും സംഭവിച്ചാൽ തന്നെ അമ്മയെ കൂടെ ഞാൻ അതിൻ്റെ അകത്തിട്ട് കത്തിച്ചോളാം. പോരെ? എടാ മോന, അവള് പറയുന്ന കേട്ടില്ലേ, അവളെന്നെ കത്തിച്ചോളയൊന്ന്. ഞാൻ കേട്ടു. എന്ത് വൃത്തിയാരാണ് ഇവിടെ പറഞ്ഞത്? ഇവളുടെ അമ്മണി പിന്നെ കുഴപ്പമില്ല, എന്റെ അമ്മേനെ അവണി ഇത് വാണിങ്ങാണ്. നോക്കടാ, അവളൊന്നും മിണ്ടാതെ പോണോ? ഞാൻ പോണുണ്ട്. ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ശരിക്കും കാര്യമായിട്ടാണ്. ശരിക്കും കാര്യമായിട്ടാ. എന്നാ പറഞ്ഞു.
ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അഞ്ജുനെ എന്നെ തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന്. ആ കറക്റ്റ്. ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന വളരെ മോശം ഏർപ്പാടമ്മ. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. ആ ജീവിക്കണം, അല്ലാതെ ആരെയും കാണിക്കാനൊന്നും അല്ല. ആ സ്ത്രീകളായ ഇങ്ങനെ വേണം. ആ പറഞ്ഞു. നിങ്ങൾക്കും ജോലിക്കൊന്നും പോണ്ടേ? ആ പോണം. ആ പോ. ആ പോവാം. അമ്മ എന്താ ഇങ്ങനെ ഏറ് പിടിച്ചു നിന്നാല് പൊട്ടിപ്പോവും. ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്ക്. അതെ, നീ നേരത്തെ എന്താ പറഞ്ഞ? എന്തോ പറഞ്ഞത്? അല്ല അമ്മയല്ലേ എന്തോ ഭാര്യമാരോ അടിമയോ ഭർത്താവോ എന്തൊക്കെയോ അമ്മ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അതായിരിക്കും. അതേ സത്യമല്ലേ പറഞ്ഞത്? അതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുപോലെ ഞാനങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല. അല്ല അമ്മക്ക് എന്താ ഗവൺമെന്റ് ജോലി കിട്ടാത്തേ? റാങ്ക് ലിസ്റ്റിൽ പേരൊന്നും വന്നിട്ടില്ലായിരിക്കും അല്ലേ? പൊടി കൊടുത്തു. എന്റെ പേര് പല പ്രാവശ്യം ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാ. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ജോലി കിട്ടിയില്ല. പക്ഷെ കിട്ടും. കിട്ടും. നോക്കിക്കോ, ഇനി ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ ഞാൻ PSC എഴുത്ത് നിർത്തുള്ളൂ. ആ കാര്യത്തിൽ അമ്മയെ സമ്മതിക്കണം. ഇത്രയും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അമ്മയുടെ അംബീഷൻ കൂടെ കൊണ്ടുപോകുന്നില്ലേ? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അയ്യോ, ഞാനൊന്നും ചെയ്യാത്ത പോലെ. എടി, ഞാൻ ഇവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കൊണ്ട് ഇവൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നേ. മനസ്സിലായ? ഞാൻ നിങ്ങളെ കെട്ടാനുള്ള കാരണം എന്തുവാ പറ. ആ എനിക്കൊന്നും ഓർമ്മയില്ല. എന്നെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞ വാക്ക്, കൊച്ചേ നിനക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാ, ജോലിക്ക് പോണെങ്കിൽ ജോലിക്ക് പോവാ. ആ വാക്കെങ്ങാനും മാറ്റിയോ ഒന്ന് നിങ്ങളെ ഞാൻ കൊല്ലും. നിന്നെ കെട്ടിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോന്ന്? നീ എന്നെ തട്ടൂന്ന്. ഓ ആ ഇപ്പൊ കൺഫേം ആയി. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ ചോദിക്ക്. അമ്മ എന്തായാലും കല്യാണം കഴിച്ചു. വൈ സോ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ടു? എന്തുവാ? നിങ്ങൾ തമ്മിൽ എന്താ പ്രായ വ്യത്യാസം? എന്താടാ എനിക്ക് ഇത്ര പ്രായം? കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ട് പ്രായത്തിന്റെ കാര്യം പറഞ്ഞോണ്ട്. അല്ല, കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ അച്ഛനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് ശരി അമ്മ. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു 10-12 ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഓവറാ. അമ്മയെ കണ്ടപ്പോൾ പ്രായം തോന്നിക്കുന്നുമില്ല. അമ്മ അന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അമ്മയ്ക്കിപ്പം കുറച്ച് പ്രായം കുറഞ്ഞ ആളെങ്കിലും കിട്ടിയേനെ. എന്റെ വിധി 19 വയസ്സിൽ കല്യാണം നടന്നില്ലേ, പിന്നെ 36 വയസ്സ് കഴിഞ്ഞേ കെട്ട് നടക്കൂ എന്നുള്ളത് ജാതകത്തിലുണ്ടെന്നും പറഞ്ഞ് എന്റെ അമ്മ എനിക്ക് സൂര്യം തരണ്ടേ? അതെന്ത് വർത്താനോടി നീ പറഞ്ഞത്? നിന്റെ പറച്ചിലാട്ടതൊന്നും ഞാൻ നിന്നോട് ദ്രോഹിക്കുകയാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എന്നെ നല്ലോണം നോക്കുന്നുണ്ട്, എന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? പക്ഷെ നിങ്ങളുടെ അമ്മയുടെ കാര്യം അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അതിന് എന്റെ അമ്മ എന്ത് ചെയ്തു നീ പറയണേ? നിങ്ങളുടെ അമ്മയുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ആ അഞ്ജുവായിട്ട് കമ്പയർ ചെയ്യരുതെന്ന്. എടി അമ്മയല്ലേ പാപം, നീ ഒന്ന് ക്ഷമിക്കേ. ആ അമ്മ ആയോണ്ടാ ക്ഷമിക്കുന്നത്. തടി പോയി ഡ്രസ്സ് മാറ്റും. അമ്മ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ദൈവത്തെ ഓർത്ത് എന്റെ ജാതകം ഒന്ന് നോക്കല്ലേ, അല്ലെങ്കിൽ ഇതുപോലത്തെ വയസ്സായ ഒരാളെ കെട്ടേണ്ടി വരും. നീയൊക്കെ കൂടെ പടുക്കളവനാക്കോ? അല്ല തലയിൽ നര. അതൊക്കെ ബാലനരയാണത്. ആ അറിയാം. എന്ത് വിഷമായ? എനിക്കെന്ത് വിഷമം? എന്റെ മുഖത്ത് എന്താണ് ഒരു ചളിപ്പ്? ആ നിന്റെ ഭക്ഷണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്താ എന്താ? പോയാ ഭക്ഷണം എടുത്ത് വെക്ക്. തടാ. നീ എന്ത് പൂരം കാണാൻ വേണ്ടി വന്നിരിക്കണേന്ന്? എടുക്കണ്ടേ ഷട്ടി നിക്കറൊക്കെ? ഞാൻ എടുത്തോളാം. ഉച്ചക്ക് ഈ സെയിം ഫുഡാണോ അമ്മേ? ഉച്ചക്ക് ഇന്ന് നിങ്ങൾക്ക് എന്റെ വക സ്പെഷ്യൽ. എന്നിട്ട് എവിടെ? അത് ഞാൻ നിങ്ങൾക്ക് ഉച്ചക്ക് സ്കൂളിൽ എത്തിച്ചേരും. അപ്പൊ എനിക്ക് ഫുഡില്ലേ? ആ നിങ്ങൾക്കുള്ളത് ഓഫീസിൽ തരും. എനിക്കില്ലേ വാണിയമ്മേ? മോക്കും തരാലോ. അയ്യോ വേണ്ട എടുത്തി, അവൾക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ എന്തിനായിരുന്നു കഴിക്കുന്നത്? വിശന്നാ പിന്നെ കഴിക്കൂലേ? പ്രകാശ് ചേട്ടാ, പ്രകാശ് ചേട്ടന് തോന്നിട്ടു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മോശമാന്നു. നല്ല ഫുഡല്ലേ? കൊച്ചച്ചൻ ഫുഡ് മോശമാണെന്ന് അല്ലാന്നേ പറയുള്ളൂ. മിണ്ടായിരുന്നു കഴിക്കടി. വാണിയമ്മേ എനിക്ക് ഫുഡ് ബാക്കി വെച്ചേക്കണേ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം.
അച്ഛന് വേണ്ടേ ഫുഡ്? പിന്നെ അല്ല, അയ്യോ മറന്നു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതെ ഏട്ടത്തി, നല്ല ഫുഡ് ഉണ്ടാക്കാൻ അവൾക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട്. ഈ പുട്ട് കഴിച്ച് എനിക്ക് മതിയായി. ഈയിടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് ഇതിനോട് ഇന്ത്യ പാകിസ്ഥാൻ അടിയാണ്. അതിൻ്റെ ഇടക്കാണ് പുതിയ പദ്ധതിയായിട്ട് ഇറങ്ങിയിട്ട് റെസിപ്പി. നല്ല ഫുഡ് കഴിക്കാനല്ലേ ഏട്ടാ, ഒരപ്പം. അതിനുള്ള ഹോട്ടലിൽ പോകണം. അമ്മ എനിക്ക് നിനക്ക് മോന് വേണം. ഇതിനൊന്നും രക്ഷനായിട്ട് ഞാനാട്ടാ. എനിക്കും തരുമോ? കഴിക്കാം. ദീപു ടാറ്റാ. ഇതാടോ എനിക്ക് രാത്രിയില്ല. ഒന്ന് വേഗം നടന്നു വരുമോ? ചെല്ല് ചെല്ല്. ടാറ്റാ. അവളുടെ ഒരു പുച്ഛം, കാലുമെടുത്ത് ഒരു ചവിട്ടം കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട മോളെ, എനിക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതാ. അയ്യോ അമ്മ, കൊഴുപ്പിന്റെ അസുഖമാണ് കഴിക്കണ്ട കേട്ടാ. അഞ്ജു, നിനക്കും ഉണ്ടോ കൊളസ്ട്രോൾ? എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ പോയി റെഡി ആവട്ടെ. ഇത് കൊടുത്തിട്ട് വേണം എനിക്ക് ജിമ്മിൽ പോവാൻ. അല്ല, ഇനിത് കൊണ്ടു കൊടുക്കുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ ജിമ്മിൽ പോകുന്ന വഴിക്കും കൊടുത്തിട്ട് പോവും. അയ്യോ, ഞാൻ പോയി റെഡി ആവട്ടെ. ഇനി ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കാത്ത കുറവേ ഉള്ളൂ. എന്താ ഒന്നുമില്ലേ? ഈ മോഹനേട്ടൻ കൊള്ളാഞ്ഞിട്ടല്ലേ വേറെ വല്ലവരായിരുന്നു വരച്ച വരയിൽ നിർത്തിയനെ. ഇതെങ്ങനെ വന്നമ്മ ഈ ബന്ധം? കുടുംബത്തിന്റെ സമയദോഷം കൊണ്ട് ആ നേരത്തെ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു. അതൊരു പുതിയ അറിവാണല്ലോ അമ്മ. ഞാനിവിടെ വരുമ്പോ നിങ്ങളുടെ മകൻ വെറും സെയിൽസ് മാനേജർ, ഇപ്പൊ ഡബിൾ സാലറിയിൽ സീനിയർ മാനേജർ. അതൊന്നും മറക്കരുത് കേട്ടോ. എന്തോന്ന് ഡബിൾസ് ഉണ്ടായിട്ട് എന്തോന്ന് കാര്യടി? എന്റെ മോൻ ATM കാർഡ് നിന്റെ അല്ലയോ? എന്റെ കെട്ടിയോൻ എന്നെ ATM കാർഡ് ഏൽപ്പിക്കും. അതിന് അമ്മയ്ക്ക് എന്താ? അത് ഞങ്ങളുടെ കുടുംബകാര്യം. അമ്മ അതിനകത്ത് കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അഞ്ജു, എന്താ ഏട്ടത്തി? നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നുണ്ട്. ഞാനൊരു ഉപദേശം തരാം. വെറുതെ ഇതിന്റെ വാക്കും കേട്ട് ജീവിതം നശിപ്പിക്കരുത് കേട്ടോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? കഴിച്ചു മോളെ. നല്ല അപ്പവും കറിയായിരുന്നു. മോളുണ്ടാക്കിയതാ? ഞാൻ ഉണ്ടാക്കിയതല്ല, ഏട്ടത്തി ഉണ്ടാക്കിയതാ. അതാ ഉപ്പ് കൂടുതലായിരുന്നു. ഓലം കെട്ടി നടക്കാൻ ഇവിടെ അല്ലാതെ വേറെ ആരുമില്ല. എന്താ അമ്മ, എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല മോളെ, അവർക്ക് ഭക്ഷണം കൊണ്ടുപോവാണെന്ന് ചോദിച്ചതാ. ഭക്ഷണം കൊണ്ട് കൊടുത്ത് ജിമ്മിലും പോയിട്ട് ഞാൻ വരുള്ളൂ. മതി പതുക്കെ വന്നാ മതി. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഏട്ടത്തി ഈ വേഷത്തിലാണ് ജിമ്മിൽ പോന്നെ? അതിന് വേറെ ഡ്രസ്സ് ബാഗിലുണ്ട്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാ. കൊള്ളാം അല്ലേ? അത് തോന്നി. എന്താ അമ്മ? നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു മോളെ. അഞ്ജു, എങ്ങനെയുണ്ട്? ഇത് പഴയ ഡിസൈൻ അല്ലേ? ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഒരു കാലത്ത് ഇത് വലിയ ട്രെൻഡാവും. അന്ന് ഇത് ആരോ ഡിസൈൻ ചെയ്തതെന്ന് ലോകം മുഴുവൻ അന്വേഷിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്തത് ഞാൻ, ആവണി. അന്ന് വലിയ വലിയ മാഗസിനിലൊക്കെ എൻ്റെ പേരും ഫോട്ടോയും ഒക്കെ വരും. പിന്നെ വരും വരും വരും. അപ്പം ഞാൻ പോയിട്ട് വരാമേ. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണേ. മോളെ ഉറപ്പായിട്ടും കഴിക്കാം.
ആരാന്ന് അവളെ വിചാരം? അത് തന്നെ, എന്തൊരു ഷോ. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോലും. പിന്നെ അവളുടെ ഒരു ഫുഡ്. എന്നാലും പോയി നോക്കിയാലോ? എന്തിനു കൊള്ളാല്ലേ? ഇതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ പിള്ളേർക്ക് കൊടുക്കുന്നത്. കളഞ്ഞേ കേട്ടാ. കളയണ്ട, ഭക്ഷണമല്ലേ, കഴിച്ചേക്കാട്ടോ. മാളവിക 9B, അഭിനവ് 4C. അതെ, ഓക്കെ. ഇത് ചേട്ടന്. എനിക്കോ? അയ്യോ, എന്തിനായിരുന്നു മോളെ? വേണ്ടായിരുന്നു. അതൊന്നും സാരമില്ല. ഇതേ കഴിച്ചിട്ട് നാളെ അഭിപ്രായം വരണം. ഞാൻ ഉണ്ടാക്കി സ്പെഷ്യലാ. ഓക്കെ. മോഹൻ. വിളിക്കാം മാഡം. ശരി. ഹലോ സർ, വൈഫ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വരും മാഡം. ശരി. മാഡം, നല്ല ഔട്ട്ഫിറ്റ്. താങ്ക് യു. ഇത് എവിടുന്നാ വാങ്ങിച്ചത്? വാങ്ങിച്ചതല്ല, ഇതെന്റെ സ്വന്തം ഡിസൈനാ. ഞാൻ തന്നെ ചെയ്തതാ. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇത് യൂറോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? അതെ, പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങണം, എന്നാലേ ഇത് ട്രെൻഡ് ആവത്തുള്ളൂ. ഇത് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ ഡിസൈനർ അന്വേഷിച്ച് എന്തായാലും ആള് വരും. അതെ അതെ. മോനേട്ടാ, ഇതാ ഫുഡ്. എങ്ങോട്ടാ? വീട്ടിലോട്ടാ? ഞാൻ ജിമ്മിൽ പോയിട്ട് പോവുള്ളൂ. എന്നാ ശരി. ശരി, വൈകിട്ട് ബൈ. വൈകിട്ട് കാണാം. എന്താ സാറേ സ്പെഷ്യലാ? സ്പെഷ്യലാ. ഭാര്യയുടെ കിഴി ബിരിയാണി. സാറേ, ഞങ്ങൾക്ക് ഇങ്ങനെ ടേസ്റ്റ് എന്താ? അതിനെന്താടാ, എടുത്തു. അടിപൊളി. കൈപ്പുണെന്ന് പറഞ്ഞ സാറിന്റെ ഭാര്യയുടെ കൈപ്പുണ്യം. ഇത്ര പറയാനും മാത്രം ഉണ്ടോ? ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. കുറച്ച് താ സാറേ. റൈസ്. സാറിന്റെ ടൈമാണ് സാറേ, ടൈം. നല്ല സുന്ദരിയും യങ്ങുമായ ഭാര്യ, കൈപ്പുണ്യാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സാറും വൈഫും തമ്മിൽ ഒരു 10-12 വയസ്സ് വ്യത്യാസം ഉണ്ടല്ലേ സാർ? അത് കൂടുതലായി തോന്നുന്നു. അവരെ കണ്ട ഭാര്യ ഭർത്താവാന്ന് തോന്നുന്നു. മൂത്ത ചേട്ടനും അനിയത്തിയും പോലെയല്ലേ? മതിയടാ, സാറ് കുറച്ച് ഫ്രീഡം തന്നു വെച്ചിട്ട്. സാറ് കഴിക്കും സാറേ, ഇവര് പറയണം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട, എനിക്ക് വിശപ്പില്ല, നിങ്ങൾ കഴിക്കും. സാർ എന്ത് ഇവിടെ കിടന്നലറാതെ കാര്യം പറയാം മനുഷ്യ. വരാൻ പറഞ്ഞ ഇങ്ങോട്ട് വന്നേക്കണം. എന്താ മേലാല് നീ വീട്ടിൽ നിന്ന് ഗവൺമെന്റ് ജോലി PSC ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പടി നീ ഇറങ്ങിപ്പോരുത്. അതെന്താ?
ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോരുത്, അത്ര തന്നെ. നിങ്ങൾ എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്നാ ഇപ്പൊ പറയുന്നു. എങ്ങനെ? ഞാൻ പറയണ കേട്ട് ഈ വീട്ടിൽ നീ ആട്ടങ്ങി ഒതുങ്ങി നീ ജീവിച്ചേക്കണം. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. എന്താ പറഞ്ഞ? ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമെന്ന്. എങ്കീ വണ്ടി അധികം നാൾ ഓടൂല മോളെ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. ആ കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പലതും പറയൂടി. ഇപ്പൊ നീ എന്റെ ഭാര്യയാണ്, ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ച് നീ ജീവിച്ചാ മതി. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? എനിക്ക് സൗകര്യം ഇല്ലെന്ന് തർക്കുത്തരം പറ.